ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ്. സിറ്റുവേഷൻ, അവരുടെ തോട്ട്സ് ഒക്കെയാണ് നോക്കുന്നത്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ഇനി കുറച്ച് ഡേയ്സ് ഉണ്ടാവില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടില്ല ചിലപ്പം. ഓക്കെ, റീഡിംഗ് പിന്നെയും ഉണ്ടാവുമ്പോൾ യൂട്യൂബിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? ഇൻറ്റൻസിറ്റി വന്നിട്ടുണ്ട്, മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, സെലിബ്രേഷൻ, ഗൈഡൻസ്. ക്ലാരിറ്റിക്ക് നമുക്ക് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? ഫുൾ കാർഡ്, ചാരിയറ്റ്, ഡെവിൾ കാർഡ്, ഏസ് ഓഫ് വാൻസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ടു ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്, ഇവിടെ 10 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസം നിങ്ങളുടെ പേഴ്സൺ ഒരു മെച്യൂർഡ് അല്ലാതെയാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവർ മെച്യൂർഡ് ആയിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ പേഴ്സണ് ഉള്ളിൽ നിന്നും ഐഡിയകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് നിങ്ങളുടെ വ്യക്തി ഇത്രയും നാൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതിൽ മാറ്റം വന്നിട്ടുണ്ട്. സ്വയം ഉള്ളിൽ നിന്നും തീരുമാനങ്ങൾ വരിക. ഓക്കെ, അതായത് അവർ തന്നെ സ്വയം ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് പറയാം. ഇപ്പം അവർ ഡിസിഷൻ എടുത്താലും ഇപ്പം ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ കസിൻസിൻ്റെ അടുത്തോ ആരുടെടുത്തെങ്കിലും അവർ ഷെയർ ചെയ്യുമ്പം ആ ഒരു വ്യക്തിയുടെ, അവരുടെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തീരുമാനം കൂടി അറിഞ്ഞിട്ടാണ് ഇവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, സ്വയം ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തീരുമാനമാണ് അവർക്കുള്ളത് എന്നുള്ളത് കാണുന്നു. അതിൻ്റെ അർത്ഥം ഒരു മെച്യൂർഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏജ് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ എത്രയോ വലിയ ആളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കുന്ന ഒരാളായിക്കോട്ടെ, എന്താണെങ്കിലും ആ ഒരു സമയത്ത് അവർ മെച്യൂർഡ് അല്ലായിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയുടെ ഭാഗമായിട്ടാണ് അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് ചിലപ്പം ഫാമിലിയിൽ ഒരുപാട് എന്തെങ്കിലും സെലിബ്രേഷൻസ് കാര്യങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരാളായിരിക്കാം. എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പം ചുറ്റിനുമുള്ള ഒരുപാട് പേരെ അവർക്ക് ആലോചിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവരുടെ ഇമേജ് എന്താകും, അവരുടെ ഡിസിഷൻ തെറ്റിപ്പോകുമോ, ഇമേജ് എന്താകും എന്നുള്ളൊരു മൈൻഡ് ഡിസ്റ്റർബൊക്കെ അവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷെ കറൻ്റ്ലി ഇപ്പം അങ്ങനെ ഒരു കാര്യമില്ല. തനിക്ക് എന്താണോ ശരി, അത് തൻ്റെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് ആ ഒരു അവർക്കുള്ളത് എന്ന് കാണുന്നുണ്ട്. കറൻ്റ് എനർജി അങ്ങനെയാണ് വരുന്നത്. ഗൈഡൻസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് അവരുടെ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ അതിനനുസരിച്ച് അവരുടെ മൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർക്കൊരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. പോസിറ്റീവ് തന്നെയാണ് അവരുടെ എനർജിയിൽ കാണുന്നത്. ഇവിടെ വന്നിട്ടുള്ള
ഫുൾ കാർഡ് എന്ന് പറയുന്നത് അവരുടെ പുതിയ തുടക്കത്തെ കാണിക്കുന്നതാണ്. ഓക്കെ, അവരുടെ ലൈഫിലെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിലും അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ടുണ്ട്. അത് മേ ബി നിങ്ങളുടെ കൂടെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, നിങ്ങളടുത്ത് ഇപ്പം എന്താ പറയുക, എന്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, അവരുടെ ലൈഫിൽ എന്ത് ഇഷ്യൂസ് ആണെങ്കിലും അവിടെ ഒരു തുടക്കം ഇവിടെ കാണുന്നുണ്ട്. ഇത്രയും നാളും ഞാൻ പറഞ്ഞല്ലോ, ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ അവർ കാണിച്ചിട്ടുണ്ടാകാം. അതായത് തീരുമാനം പോകുന്നത് ഏതാ റോങ് ഏതാ എന്നുള്ളതൊന്നും തിരിയാതെ അവരിങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇപ്പം അവർക്ക് അതറിയാം, ഏതാണ് ശരി എന്നുള്ളത് അവർക്ക് നല്ല രീതിക്ക് അറിയാം. സോ ഒരു പുതിയ തുടക്കം അവരുടെ ലൈഫിൽ കാണിക്കുകയാണ്. ഇവിടെ 10 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ്ഡ് വന്നിട്ടുള്ളത് ഇത് ഈ പേഴ്സൻ്റെ ലൈഫിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. അതായത് അവരുടെ എനർജിയിൽ അവർക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ മാരേജ് ചെയ്തിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലി ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി മാരേജ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ എന്താണെങ്കിലും അവർക്ക് ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്രയും ദിവസം അവരുടെ മൈൻഡിൽ അത് ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പം അതില്ല. അതിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇവിടെ റിവേഴ്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ ചാരിയറ്റ് കാർഡ് ഇത് നിങ്ങളിലേക്കുള്ള ഒരു എനർജിയാണ്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാർഡാണ്. അതിന് കൺഫർമേഷൻ ആണ് ഇവിടുത്തെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഏസ് ഓഫ് വാൻസ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവർക്ക് ഇത്രയും നാളും അവരെ സ്നേഹിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, അതായത് അവരെന്ത് കരുതും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച്, സ്നേഹിക്കാത്ത ആളുകളിൽ നിന്നും എന്തൊക്കെയോ പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇവരുടെ ഒരു ഇമേജ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അവരെങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണോട് കാണിക്കുന്നത്. ഓക്കെ, സോ വൺസും അത് തന്നെയാണ് പറയുന്നത്. പാസ്റ്റിലെ കാര്യം എന്തോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങളുടെ കൂടെയുള്ള ഒരു പുതിയൊരു തുടക്കത്തെ അല്ലെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഞാൻ ഈ കാർഡ്സ് കൺഫർമേഷന് വേണ്ടിയിട്ട് എടുത്തതാണ്. അവർക്ക് ഇത് ബോട്ടം ഓഫ് ദ ഡെക്ക് സക്സസ് ആണ് കേട്ടോ. ഇവിടെ തോൽവിയായിട്ട് പാസ്റ്റിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര തോൽവിയായിരുന്നു, തൻ്റെ തീരുമാനങ്ങൾ തോൽവിയായിരുന്നു, അല്ലെങ്കിൽ താൻ മൂവ് ചെയ്തിട്ടുള്ള വഴികൾ തോൽവിയായിരുന്നു എന്നൊക്കെ ഉള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ അതിനനുസരിച്ചാണ് ഇപ്പം അവരുടെ ഡിസിഷൻസ് എല്ലാം തന്നെ മൂവ് ചെയ്യുന്നത്. ഇപ്പം അവരുടെ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് കരുതുമെന്ന് ചിന്തിച്ച് ചെയ്ത പ്രവൃത്തിയൊന്നും ഇപ്പം അവർക്കതില്ല എന്നുള്ളത് കാണുന്നു. വളരെ ചേഞ്ച് വന്നതുപോലെ ഇപ്പം പുറത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പുറത്തൊരു പബ്ലിക്കായിട്ട് ഒക്കെ ഈ ഒരു വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാത്രമാണ് അവരുടെ റിയൽ ഫേസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്കും അത് മനസ്സിലാവുകയാണ്. ഞാൻ അവിടെ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്, എന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് ഞാൻ ജെനുവൻ അല്ല എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻസ് ഇവിടെ നിലനിൽക്കുന്നതായിട്ട് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് 2 ഓഫ് പെൻഡക്കിളും അതുപോലെ ഇവിടെ 3 ഓഫ് വാൻസും വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് കൺഫ്യൂഷൻ ചെറുതായിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് അവർക്ക് വേറെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് മെമ്പേഴ്സുകൾ ഒരുപാടുള്ളതായിട്ട് കാണിക്കുന്നു. മേ ബി അത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലി ആരും ആയിരിക്കാം. ഇപ്പം ആ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതായത് അവരുടെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് ആ ഉള്ളിൽ നിന്നും വരുന്ന അവരുടെ ആ ഒരു ഇൻഡ്യൂഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് അവർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആണ്. അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഇത്രയും നാൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാകും, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് സ്വയം ഡിസിഷൻ എടുത്തൂടെ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ അന്ന് ആ പേഴ്സൺ അത് പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് മറ്റുള്ളവർ എന്ത് കരുതുന്നു അവർ വിചാരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ട്സ് ഒക്കെ അവർ അലട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇപ്പം എന്തായാലും അവർ സ്വയം തീരുമാനം എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു ഫുൾ കാർഡ് കാണിക്കുന്നത് കേട്ടോ. ചുറ്റിനും എന്ത് നിന്നാലും ഒരു കുഴപ്പമില്ല, താൻ തൻ്റെ വഴിക്ക് പോകുന്നുള്ള രീതിയിൽ അവർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്ന് പറഞ്ഞത് ഇതാണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.